السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിലെ കിതാബു സിയാമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസുകളിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചില മസ്അലകൾ നമ്മൾ മനസ്സിലാക്കി. അൽഹംദുലില്ലാ. അടുത്തതായി അദ്ദേഹം കിതാബു സിയാമിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ فليتم صومه فإنما أطعمه الله وسقاه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ. മൻ നസിയ, ആരെങ്കിലും മറന്നു, വഹുവ സായിമുൻ, അയാൾ നോമ്പുകാരനായിരിക്കെ, ഫഅകല ഔ ശരിബ, എന്നിട്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, ഫൽയുതിമ്മ സൗമഹു, എങ്കിൽ അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു, തീർച്ചയായും അയാളെ അല്ലാഹുവാണ് തിന്നുകയും കുടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ പലപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ മറന്നുകൊണ്ട് ചിലപ്പോൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തു പോവാറുണ്ട് നോമ്പുകാരായിരിക്കെ. നിസിയാൻ, മറവി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലാ തുആഖിദ്ന, നീ ഞങ്ങളെ പിടികൂടല്ലേ, ഇൻ നസീന, നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ, ഔ അഖ്തഅന, നമ്മുടെ അടുക്കൽ അബദ്ധം പിണയുകയാണെങ്കിൽ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയും, ഖദ് ഫഅൽതു, ഞാൻ ചെയ്തിരിക്കുന്നു. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾ മറന്നുകൊണ്ട് വല്ലതും പ്രവർത്തിച്ചു പോയി, മറവിയാണ് കാരണം, അതല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയതാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പിടിക്കുകയില്ല, എന്ന് പറഞ്ഞാൽ അയാളെ ശിക്ഷിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യമാണ്, കാരുണ്യമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മറന്നുകൊണ്ട് ആരെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ പേടിക്കേണ്ടതില്ല. അയാൾ ഏതായാലും കുടിച്ചു തിന്നു, എന്നാൽ പിന്നെ നോമ്പ് മുറിച്ച് കളയാം എന്ന് വിചാരിക്കേണ്ടതില്ല. തിന്നതും കുടിച്ചതും അത് അല്ലാഹു തആലയാണ് അയാളെ
തിന്നിച്ചതും കുടിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അള്ളാഹു അയാൾക്കുമേൽ അനുഗ്രഹം ചൊരിഞ്ഞു എന്നത് മാത്രമാണ്. അതെത്ര തിന്നാലും ശരി, ഒരാൾ ഒരു പാത്രം മുഴുവനും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക, ഒരു വലിയ ഗ്ലാസ്സിൽ മുഴുവനും വെള്ളം കുടിച്ചു എന്ന് വിചാരിക്കുക, സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ ഇരുന്ന് നന്നായി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. എങ്കിൽ കൂടി മറന്നുകൊണ്ടാണെങ്കിൽ ഫൽയുതിമ്മ സൗമഹു, അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. മറവിയാണ് കാരണം എങ്കിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔദാര്യം നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ്. ദീനിലെ ഇതുപോലെയുള്ള നിയമങ്ങൾ ഒരാൾ മനസ്സിലാക്കിയാൽ, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ബോധ്യപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില മസ്അലകൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അയാളെ ഉണർത്തേണ്ടതുണ്ടോ? നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ, നോമ്പുകാരനായ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണ്, അയാളെ ഉണർത്തേണ്ടതുണ്ടോ? തിന്നല്ല കുടിക്കല്ല എന്ന് പറയേണ്ടതുണ്ടോ? ഞാൻ പറയണം. ഒരാൾ നോമ്പുകാരനായിരിക്കെ തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ പോവുകയാണെങ്കിൽ നോമ്പുകാരനല്ലേ എന്ന് പറഞ്ഞ് അയാളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കുടിച്ചുപോയാൽ തിന്നുപോയാൽ ഫല്യുതിമ്മ സൗമഹു, അയാൾ നോമ്പ് പൂർത്തീകരിച്ച് കൊള്ളട്ടെ. അതുപോലെ മറ്റൊരു മസ്അലയുള്ളത് ഫഅകല ഔ ശരിബ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. തിന്നു അതല്ലെങ്കിൽ കുടിച്ചു. ഒരാൾ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഭാര്യയുമായി നോമ്പാണ് എന്ന് ഓർമ്മിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ എന്തു വേണം? അയാൾക്ക് ഈ ഹദീസ് ബാധകമാണോ? ഫല്യുതിമ്മ സൗമഹു എന്ന് പറയാൻ പറ്റുമോ? അയാൾ തൻ്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്ന് പറയാൻ പറ്റുമോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബാഹ്യമായ വാക്കുകൾ ഫഅകല ഔ ശരിബ എന്നതാണ്, തിന്നു അല്ലെങ്കിൽ കുടിച്ചു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് ഇത് ഉപയോഗിക്കാൻ, ഖിയാസാക്കാൻ പാടില്ല. മാത്രമല്ല ജിമാഅ് എന്നത് മറന്നുകൊണ്ട് രണ്ടു ഭാഗത്തും ഒരുപോലെ മറവി സംഭവിക്കുക എന്നത് യാദൃച്ഛികമാണ്. അതുകൊണ്ട് ഇത് അതിന് ബാധകമല്ല എന്നതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, എല്ലാ നോമ്പ് മുറിക്കുന്ന കാര്യവും പരിഗണിക്കപ്പെടും. നോമ്പ് മുറിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഇതാണ് വല്ലാഹു അലം ശരിയായിട്ടുള്ളത്. നോമ്പ് മുറിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ പരിധിയിൽ വരും. ഒരാൾ മറന്നുകൊണ്ടാണെങ്കിൽ നോമ്പ് മുറിക്കുന്ന വല്ലതും തിന്നു കുടിച്ചു, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഫല്യുതിമ്മ സൗമഹു, അയാൾ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. കാരണം പൊതുവായി വന്ന തെളിവാണ് പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ളത്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, അതാണ് തെളിവ്. നമ്മൾ മറന്നുപോയാൽ, അബദ്ധം സംഭവിച്ചു പോയാൽ അള്ളാഹുവേ നീ ഞങ്ങളെ പിടികൂടരുതേ, നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖദ് ഫഅൽതു, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ അതുപോലെ ചെയ്തിരിക്കുന്നു, അഥവാ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല. അപ്പം അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ നോമ്പ് മുറിക്കുന്ന കാര്യവും ഇതിൽ ഉൾപ്പെടും. ഈ ഹദീസിൽ വളരെ മഹത്തരമായ ഗുണപാഠമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾ മറന്നുകൊണ്ട് ഇബാദത്തിനിടയിൽ വല്ല അബദ്ധവും ചെയ്തു പോയാൽ, ആ ഇബാദത്തിനെ പൊളിച്ചു കളയുന്ന വല്ലതും ചെയ്തു പോയാൽ അയാളുടെ ആ ഇബാദത്ത് ബാത്തിലായി പോവുകയില്ല. പൊതുവായ ഒരു നിയമം ഈ ഹദീസിലുണ്ട്. പൊതുവായി ഒരു നിയമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചത്. ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരാളിൽ വല്ല അബദ്ധവും സംഭവിച്ചു, അയാൾക്ക് മറവി സംഭവിച്ചു, ആ ഇബാദത്ത് എന്താവുന്നില്ല,
പൊളിഞ്ഞു പോകുന്നില്ല, ആ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്നില്ല. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറഞ്ഞു, നിസ്കാരത്തിൽ സംസാരിക്കുക എന്നുള്ളത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് അറിയാതെ വല്ലതും സംസാരിച്ചു പോയി, നിസ്കാരം ബാത്തിലാവുകയില്ല. ഇത് പൊതുവായി എല്ലാ വിഷയത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിയമമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അടുത്തതായി അദ്ദേഹം മറ്റൊരു മസ്അല അഥവാ വളരെ സുപ്രധാനമായ ഒരു മസ്അല പറയുന്ന ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. عن أبي هريرة رضي الله عنه قال بينما نحن جلوس عند النبي صلى الله عليه وسلم إذ جاءه رجل فقال يا رسول الله هلكت. قال ما لك؟ قال وقعت على امرأتي وأنا صائم. وفي رواية أصبت أهلي في رمضان. فقال رسول الله صلى الله عليه وسلم هل تجد رقبة تعتقها؟ قال لا. قال فهل تستطيع أن تصوم شهرين متتابعين؟ قال لا. قال فهل تجد إطعام 60 مسكينا؟ قال لا. قال فمكث النبي صلى الله عليه وسلم فبينا نحن على ذلك أتي النبي صلى الله عليه وسلم بعرق فيه تمر والعرق المكتل. قال أين السائل؟ قال أنا. قال خذ هذا فتصدق به. فقال الرجل على أفقر مني يا رسول الله؟ فوالله ما بين لابتيها يريد الحرتين أهل بيت أفقر من أهل بيتي. فضحك رسول الله صلى الله عليه وسلم حتى بدت أنيابه ثم قال أطعمه أهلك. സുദീർഘമായ ഒരു ഹദീസാണിത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നമ്മൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇദ് ജാഅഹു റജുലുൻ, ഒരാൾ അവിടേക്ക് കടന്നു വന്നു. ഫഖാല, എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹലക്തു, ഞാൻ നശിച്ചു പോയിരിക്കുന്നു, ഞാൻ തൊലഞ്ഞു പോയിരിക്കുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക, എന്തു പറ്റി നിനക്ക്? ഖാല, ആ വ്യക്തി പറഞ്ഞു, വഖഅതു അല ഇംറഅതി വഅന സായിമുൻ, നബിയെ, നോമ്പുകാരനായിരിക്കെ ഞാൻ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. വഫി റിവായ, മറ്റൊരു റിവായത്തിൽ അസബ്തു അഹ്ലി ഫി റമളാൻ, റമളാനിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ കുടുംബവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒരേ അർത്ഥം തന്നെയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, ഹൽ തജിദു റഖബതൻ തുഅതിഖുഹാ, നിന്റെ അടുക്കൽ അടിമയുണ്ടോ മോചിപ്പിക്കാൻ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല നബിയെ. വീണ്ടും അവിടുന്ന് ചോദിച്ചു, ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹ്റൈനി മുതതാബിഈൻ, നിനക്ക് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ സാധിക്കുമോ? ഖാല, ആ വ്യക്തി പറഞ്ഞു, ലാ, ഇല്ല റസൂലേ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ തജ്ദു ഇത്ആമ 60 മിസ്കീനൻ, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് സാധിക്കുമോ? ഖാല, ആ വ്യക്തി പറഞ്ഞു, ഇല്ല. സഹോദരങ്ങളെ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ആ റജുൽ, ആ വ്യക്തി സലമത്തു ബിനു സഖ്റിൻ അൽ ബയാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് കാണാം. അദ്ദേഹം ഓടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഹലക്തു, ഞാൻ നശിച്ചിരിക്കുന്നു, ഞാൻ തൊലഞ്ഞിരിക്കുന്നു. അഥവാ അദ്ദേഹം റമളാനിൻ്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി.
അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഹലക്തു എന്ന വാക്ക് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ നാശമടയുക അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്താലാണ്. ഇപ്പോൾ റമളാനിൻ്റെ പകലിൽ ഒരു വലിയ അബദ്ധം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പേടിച്ചു വറച്ച് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹലക്തു നബിയെ, ഞാൻ നശിച്ചു പോയിട്ടുണ്ട്, ഞാൻ നശിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അദ്ദേഹം ബേജാറായി വെപ്രാളത്തോടുകൂടി വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ്, കഫാറത്താണ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ റമളാനിൻ്റെ പകലിൽ അള്ളാഹു അയാൾക്ക് വിലക്കിയ ഇതുപോലെയുള്ള നോമ്പ് മുറിച്ചു കളയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് കഫാറത്തുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. അൽ കഫാറത്തുൽ മുഗല്ലദ എന്നാണ് ഇതിന് പറയുക, അഥവാ ഗൗരവമേറിയ കടുത്ത പ്രായശ്ചിത്തം. കടുത്ത രൂപത്തിലുള്ള കഫാറത്താണ് ഈ പറഞ്ഞ പ്രവൃത്തി ഒരാൾ ചെയ്താൽ അയാൾക്കുള്ള ശിക്ഷ. കാരണം റമളാനിൻ്റെ പകൽ എന്നത് അതിന് പവിത്രതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബു ശംസ് വരെ, അഥവാ ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചില കാര്യങ്ങൾ അവൻ്റെ അടിമകൾക്ക് വിലക്കിയിട്ടുണ്ട്. ആ സമയത്ത് അത് മറികടന്നുകൊണ്ട് ഒരാൾ ചെയ്തു പോവുക എന്നുള്ളത് വളരെ ഗുരുതരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഹലക്തു എന്ന് പറഞ്ഞത്, ഞാൻ നശിച്ചിരിക്കുന്നു നബിയെ എന്ന് അദ്ദേഹം പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് കഫാറത്ത് പറഞ്ഞു കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്. ഒരാൾ റമളാനിൻ്റെ പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അയാൾക്കുള്ള ആദ്യത്തെ കഫാറത്ത്, ആദ്യത്തെ പടി എന്നത് ഒരടിമയെ മോചിപ്പിക്കലാണ്. അടിമയെ മോചിപ്പിക്കലാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുക്കൽ അടിമയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കഫാറത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത എന്താണ്? അവിടുന്ന് ചോദിച്ചു, ഫഹൽ തസ്തതീഉ അൻ തസൂമ ശഹ്റൈൻ മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നിനക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുമോ? ഇതും സഹോദരങ്ങളെ അൽ കഫാറത്തുൽ മുഗല്ലദയാണ്. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അതിനിടയിൽ വിട്ടുപോയാൽ, ശർഈയായ കാരണമില്ലാതെ വിട്ടുപോവുകയാണെങ്കിൽ ആദ്യം മുതലേ ആരംഭിക്കണം. 2 മാസം തുടർച്ച എന്ന് പറഞ്ഞാൽ 60 ദിവസം, അതല്ലെങ്കിൽ 2 മാസം. 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുന്നതിനിടയിൽ ശർഈയായ കാരണമില്ലാതെ, ഇപ്പോൾ രോഗിയായി നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും നിർബന്ധിതാവസ്ഥ വന്നുകൊണ്ട് പോയാൽ അല്ലാതെ ഒരാൾ നോമ്പ് ഇടയിൽ വെച്ച് ഒരാൾക്ക് മുറിഞ്ഞു പോവുകയാണെങ്കിൽ അയാൾ ആദ്യം മുതലേ ആരംഭിക്കണം. അങ്ങനെ തുടർച്ചയായി നോമ്പെടുക്കാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ. അദ്ദേഹത്തിന് ആരോഗ്യപരമായി, ശാരീരികമായി അദ്ദേഹം ദുർബലനാണ്, അതുകൊണ്ടാണ്. 3ാമത്തെ കഫാറത്തിൻ്റെ കാര്യം അവിടുന്ന് ഉണർത്തി. എങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു ലാ, ഇല്ല നബിയെ. സഹാബി പറയുകയാണ്, ഫമകസൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടിയില്ല, കുറച്ച് സമയം അങ്ങനെ കഴിച്ചുകൂട്ടി. ഫബൈനാ നഹ്നു അലാ ദാലിക്, നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ ഇരിക്കെ, ഉതിയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഖിൻ ഫീഹി തംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു കൊട്ടയിൽ തംർ, ഈത്തപ്പഴവുമായി ഒരാൾ വന്നു. അവിടത്തേക്ക് ഒരു കൊട്ടയിൽ ഈത്തപ്പഴം നൽകപ്പെട്ടു. വൽ അറഖു, അറഖ് എന്ന് പറഞ്ഞാൽ അൽ മിക്തൽ, കൊട്ട. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സാഇൽ, ചോദിച്ച വ്യക്തി എവിടെ, ആ വന്ന വ്യക്തി എവിടെ? ഖാല, ആ വ്യക്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അന, ഞാനാണ് നബിയെ.
ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദ് ഹാദാ ഫതസദ്ദഖ ബിഹി, ഇതെടുത്തോളൂ എന്നിട്ട് നീ സ്വതക്ക ചെയ്തോളൂ, അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഫഖാല അർറജുലു, ഇത് കേട്ടപ്പോൾ ആ വ്യക്തി അദ്ദേഹം പറഞ്ഞു അലാ അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നേക്കാൾ ദരിദ്രനായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ ബൈന ലാബതൈഹാ അഹ്ലു ബൈത്തിൻ അഫ്ഖറ മിൻ അഹ്ലി ബൈതി, ആ രണ്ട് മലകൾക്കിടയിൽ യുരീദുൽ ഹർറതൈനി, രണ്ട് മലനിരകൾക്കിടയിലുള്ള ആ സ്ഥലത്ത് അദ്ദേഹം പറയുകയാണ്, അവിടെ എൻ്റെ കുടുംബത്തേക്കാൾ എന്നേക്കാൾ ദരിദ്രനായ ആരാണുള്ളത് നബിയെ? അദ്ദേഹം അത്രയും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു, എല്ലാ അർത്ഥത്തിലും ദുർബലനായിരുന്നു. ഇത് കേട്ടപ്പോൾ ഫളഹിക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. ഹത്താ ബദത് അനിയാബുഹു, അനിയാബ് എന്ന് പറഞ്ഞാൽ രണ്ടും പിന്നെ അടുത്ത പല്ല്, അത് കഴിഞ്ഞിട്ടുള്ള പല്ലിനാണ് അനിയാബ് എന്ന് പറയുക. ഹത്താ ബദത് അനിയാബുഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേറ്റപ്പല്ല് അത് കാണുന്നത് വരേക്കും അവിടുന്ന് ചിരിച്ചുപോയി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു അത്ഇംഹു അഹ്ലക്, നിന്റെ കുടുംബത്തിന് നീ അത് ഭക്ഷിപ്പിക്കുക. സഹോദരങ്ങളെ, ഇതിൽ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാനുള്ള മസ്അല എന്നുള്ളത് റമളാനിൻ്റെ പകലിൽ അള്ളാഹു വിലക്കിയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ പാപമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ അതിലേക്ക് എത്തിപ്പോകുമെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചുംബനം വരെ, ആലിംഗനം വരെ, അതുപോലെയുള്ള കാര്യങ്ങൾ വരെ സൂക്ഷിക്കണം. കാരണം ഈ പറഞ്ഞ കാര്യം സംഭവിച്ചു പോയാൽ പിന്നീടുള്ളത് ഗുരുതരമായ കഫാറത്താണ്. ആദ്യത്തെ പടി എന്നുള്ളത് ഒരടിമയെ മോചിപ്പിക്കലാണ്. ഈ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനല്ല, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, ഏതെങ്കിലും വേണ്ടതെടുക്കുക എന്നല്ല. ആദ്യത്തത് അടിമയെ മോചിപ്പിക്കലാണ്. അതിന് നിർവാഹമില്ല, അതിന് സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാൽ 60 പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് തടി കഴിച്ചിലാക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. അടുത്ത ഓപ്ഷൻ എന്താ? രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം നോമ്പെടുക്കണം. ഷഹ്റൈനി മുതതാബിഐനി, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതിനും ഒരാൾക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. ശാരീരികമായി ഒരാൾ ദുർബലനാണ്, രോഗിയാണ്, പ്രയാസമാണ് എങ്കിൽ മാത്രമേ അടുത്തത് അയാൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഈ പറഞ്ഞ കഫാറത്ത് വരുന്നുള്ളൂ. രണ്ടാമതായി ഈ ഹദീസിലുള്ള ഗുണപാഠമെന്നത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നുൽ ഖുലുഖാണ്. അവിടുത്തെ സൽസ്വഭാവം ഈ ഹദീസിലുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ ആക്ഷേപിച്ചു മടക്കി അയച്ചില്ല. അവിടുന്ന് കാത്തിരുന്നു. മാത്രമല്ല അവിടുന്ന് അവിടുത്തെ ഉദാരത അറിയിക്കുന്നു. അവിടുത്തേക്ക് അവിടുത്തെ സദസ്സിൽ കൊണ്ടുവരപ്പെട്ട ഒരു കൊട്ട ഈത്തപ്പഴം അദ്ദേഹം ഈ വ്യക്തിക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്ന് പറഞ്ഞു. അവിടുന്ന് ചിരിച്ചത് ഈ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ടല്ല, ഈ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ടല്ല, ഇതൊന്നുമില്ലാത്ത ഒരു ദരിദ്രനാണല്ലോ ഇയാൾ എന്ന അർത്ഥത്തിൽ ചിരിച്ചതല്ല. അവിടുന്ന് ചിരിക്കാനുള്ള കാരണമെന്നത് ഇദ്ദേഹത്തിൻ്റെ വരവും പിന്നീടുള്ള അവസ്ഥയും കണ്ടിട്ടാണ്. ഇദ്ദേഹം വന്നതെങ്ങനെയാണ്? ഹലക്തു നബിയെ, ഞാൻ നശിച്ചു പോയിട്ടുണ്ട്, എൻ്റെ കാര്യം പോയി എന്ന അർത്ഥത്തിൽ നിരാശനായിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷിച്ചു, അദ്ദേഹം സന്തോഷവാനായി. കാരണം അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കിട്ടിയ ഭക്ഷണം ഈത്തപ്പഴം നിന്റെ കുടുംബത്തിന് തന്നെ നീ കൊടുത്തോളൂ. കാരണം അദ്ദേഹത്തെക്കാൾ ദരിദ്രനായ ഒരാൾ ആ മലയിടുക്കുകൾക്കിടയിൽ, ആ നാട്ടിൽ
ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത്രയും ദാരിദ്ര്യാവസ്ഥയിലാണ് അദ്ദേഹം. ഈ ഹദീസിൽ ഈ വ്യക്തിക്ക് ഈ പറഞ്ഞ കഫാറത്തായി കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴം സ്വതക്കയായി നൽകിയത്? അദ്ദേഹത്തിൽ നിന്നും ആ കഫാറത്ത് ഒഴിവായിട്ടുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം അദ്ദേഹത്തിന് കഫാറത്ത് ഒഴിവായിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കഫാറത്ത് ഒഴിവായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം അദ്ദേഹത്തിന് ആ കഫാറത്ത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒന്നുമില്ല. ഈ പറഞ്ഞ കഫാറത്ത് വീടാനുള്ള ഒരു നിവൃത്തിയുമില്ല. അടിമയില്ല, നോമ്പെടുക്കാനുള്ള സാധ്യത അദ്ദേഹത്തിന് ഇല്ല, ദുർബലനാണ്. അതുപോലെ ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ആ കഫാറത്ത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, കഫാറത്ത് എന്നത് സ്വന്തം കുടുംബത്തിന് ഭക്ഷിപ്പിക്കാനുള്ളതല്ല. നീ ആ ഭക്ഷണം നിന്റെ കുടുംബത്തിന് തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഈ കഫാറത്ത് ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സ്വതക്ക എന്ന നിലക്ക് കൊടുത്തതാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ മസ്അല നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. റമളാനിൻ്റെ പകൽ പവിത്രമാക്കപ്പെട്ട സന്ദർഭങ്ങളാണ്, സമയമാണ്. പ്രത്യേകിച്ച് റമളാൻ മുഴുവനും അല്ലാഹു തആല പവിത്രത നൽകിയ വളരെ ശ്രേഷ്ഠകരമായ രാപ്പകലുകളാണ്. അതിൽ റമളാനിൻ്റെ പകൽ എന്നത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കാൻ, അള്ളാഹുവിൻ്റെ വിരോധം വിലക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി അദ്ദേഹം ഈ ബാബിൽ അഥവാ കിതാബു സിയാം എന്ന അധ്യായത്തിൽ ഒരു ഉപ അധ്യായം കൊണ്ടുവരികയാണ്. ബാബുൻ അസ്സൗമു ഫിസ്സഫരി വഗൈരിഹി, യാത്രക്കാരുടെ നോമ്പിനെക്കുറിച്ചും അതല്ലാത്ത ചില കാര്യങ്ങളും വിവരിക്കുന്ന അധ്യായം. അൻ ആയിഷത റളിയല്ലാഹു അൻഹ അന്ന ഹംസത ഇബ്നു അംർ അൽ-അസ്ലമി قال للنبي صلى الله عليه وسلم أأصوم في السفر وكان كثير الصيام فقال إن شئت فصم وإن شئت فأفطر. സഹോദരങ്ങളെ, യാത്ര എന്നത് നമുക്കറിയാം. ഇസ്ലാമിൽ ഒരു യാത്ര എന്ന് പറയുക, അതിൽ ഏറ്റവും ലളിതമാക്കി ഒരു യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരാൾ ഒരുങ്ങിക്കൊണ്ട് ഒരു യാത്ര പോവുകയാണ്. ഒരു ഒരുക്കമുണ്ട്. സാധാരണ ഇവിടുന്ന് ഒരു 10, 20, 30 കിലോമീറ്റർ പോകുന്നത് പോലെയല്ല, ഒരു ഒരുക്കമുണ്ട്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ട് ഒരു കാര്യത്തിന് പോവുകയാണ്. അതാണ് ചുരുക്കി പറഞ്ഞാൽ യാത്ര. അങ്ങനെയുള്ള യാത്രയുടെ സന്ദർഭത്തിൽ ഒരു നോമ്പുകാരൻ എങ്ങനെയായിരിക്കണം? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, അന്ന ഹംസത ഇബ്നു അംർ അൽ-അസ്ലമി, ഹംസത ഇബ്നു അംർ അൽ-അസ്ലമി എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, അഅസൂമു ഫിസ് സഫർ, അല്ലാഹുവിൻ്റെ റസൂലേ, യാത്രയിൽ ഞാൻ നോമ്പെടുക്കേണ്ടതുണ്ടോ? വകാന കസീറ സിയാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹംസത ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളമായി നോമ്പെടുക്കുന്ന വ്യക്തിയാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഅഫ്തിർ, ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഅഫ്തിർ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പെടുത്തുകൊള്ളുക, ഇനി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോമ്പ് ഉപേക്ഷിച്ചു കൊള്ളുക. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യം വിശാലമാണ്. ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് പിടിക്കാം യാത്രയിൽ. ഇനി ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം.
ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് യാത്രയിൽ നോമ്പ് കൊണ്ട് പ്രയാസമൊന്നുമില്ല, യാത്രയിൽ നോമ്പ് കൊണ്ട് പ്രയാസമൊന്നുമില്ല എങ്കിൽ അയാൾക്ക് നോമ്പ് പിടിക്കലാണ് നല്ലത്. ഇനി ഒരാൾക്ക് യാത്രയിൽ പ്രയാസമുണ്ടാകും എങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത്. പഴയ കാലത്ത് യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ യാത്ര പോലെയല്ല, ഒരുപാട് പ്രയാസമുണ്ട്. ഇന്ന് ഒരു രാജ്യം കടന്ന് അടുത്ത രാജ്യത്തേക്ക് പോകാൻ വരെ നമുക്ക് മണിക്കൂറുകൾ മാത്രം മതി. യാത്ര അൽഹംദുലില്ലാ അള്ളാഹു നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള യാത്രയായിരുന്നാലും ഒരാൾക്ക് പ്രയാസം ഉണ്ടാവുകയില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് നല്ലത്, നോമ്പ് ഒഴിവാക്കേണ്ടതില്ല. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ റമദാനിൻ്റെ പകലിലാണ് യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും എങ്കിൽ നോമ്പ് ഒഴിവാക്കാം. ഇനിയല്ല സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും, വേറെ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ഫസും വ ഇൻ ശിഅത ഫഅഫ്തിർ. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമൻ കാന മരീളൻ ഔ അലാ സഫർ, നിങ്ങളിൽ ഒരാൾ രോഗിയാവുകയോ യാത്രക്കാരനാവുകയോ ചെയ്താൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, അതിന് പകരമായി നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ വേറെ ദിവസം ആ നോമ്പെടുത്ത് പൂർത്തീകരിക്കുക, ആ നോമ്പ് ഖളാ വീട്ടുക. അടുത്തതായി അദ്ദേഹം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. عن أنس بن مالك رضي الله عنه قال, أنس بن مالك رضي الله عنه അദ്ദേഹം പറഞ്ഞു, كنا نسافر مع النبي صلى الله عليه وسلم فلم يعب الصائم على المفطر ولا المفطر على الصائم. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഫലം യഅബി സ്സായിമു അലൽ മുഫ്തിർ, നോമ്പ് ഒഴിവാക്കിയ ആളുകളെ നോമ്പെടുത്ത ആളുകൾ ആക്ഷേപിക്കാറില്ല. വലൽ മുഫ്തിറു അല സ്സായിം, നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ നോമ്പെടുത്ത ആളുകളെ ആക്ഷേപിക്കാറില്ല. എന്ന് പറഞ്ഞാൽ അവർ യാത്രയിലായിരിക്കെ യാത്രക്കിടയിൽ നോമ്പെടുക്കുന്നവരുമുണ്ടാകും, നോമ്പെടുക്കാത്തവരുമുണ്ടാകും. ഇപ്പം നോമ്പെടുത്ത ആളുകൾ നോമ്പെടുക്കാത്ത ആളുകളെയോ നോമ്പെടുക്കാത്ത ആളുകൾ നോമ്പെടുത്തവരെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വിശാലതയുണ്ട്. യാത്രക്കാരാണെങ്കിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് നോമ്പെടുക്കാം, അല്ലാത്ത ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. നേരത്തെ പറഞ്ഞതാണ് അതിനുള്ള മാനദണ്ഡം, വിഷയം. ഒരാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഒഴിവാക്കാം, പ്രയാസമില്ലെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ്. അടുത്ത ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. عن أبي الدرداء رضي الله عنه قال خرجنا مع رسول الله صلى الله عليه وسلم في شهر رمضان في حر شديد حتى إن كان أحدنا ليضع يده على رأسه من شدة الحر وما فينا صائم إلا رسول الله صلى الله عليه وسلم وعبد الله بن رواحة. മഹാനായ സഹാബി അബൂദ്ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖറജ്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു, യാത്രയിലാണ്. ഫീ ഷഹ്രി റമളാന, റമളാൻ മാസത്തിൽ. മറ്റു ചില റിവായത്തിൽ കാണാം ഫീ ബഅദി ഗസവാതിഹി, അവരുടെ ആ യാത്ര എന്നുള്ളത് യുദ്ധത്തിനുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ യാത്രയിലായിരുന്നു, പുറപ്പെട്ടു പോയി. ഫീ ഹർറിൻ ഷദീദിൻ, കഠിനമായ ചൂടുള്ള സമയമായിരുന്നു. നല്ല ചൂടുള്ള റമളാനിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര പുറപ്പെട്ടു. ഹത്താ ഇൻ കാന അഹദുന, എത്രത്തോളം നമ്മിൽ ഒരാൾ അഥവാ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ലയലഉ യദഹു അലാ റഅസിഹി
മിൻ ഷിദ്ദത്തിൽ ഹർ, ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് തൻ്റെ കൈ തലയിൽ വെക്കുമാറ് അത്രയും ചൂടുണ്ടായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാതെ കൈ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു അവർ ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. വമാ ഫീനാ സായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബ്ദുല്ലാഹി ഇബ്നു റവാഹ. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും നോമ്പ് ഉപേക്ഷിച്ചു, അള്ളാഹുവിൻ്റെ റസൂലും അബ്ദുല്ലാഹി ഇബ്നു റവാഹയും റളിയല്ലാഹു അൻഹു ഒഴികെ. ഈ രണ്ടു പേർക്ക് മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ നോമ്പുണ്ടായിരുന്നുള്ളൂ. അവരൊഴിച്ച് ബാക്കി ഒരാൾക്കും നോമ്പുണ്ടായിരുന്നില്ല. ഇതിൽ സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ കേട്ട രണ്ട് ഹദീസും യാത്രക്കാർക്ക് ഒന്നല്ലെങ്കിൽ നോമ്പെടുക്കാം, അതല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാം എന്ന മസ്അലയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കഠിനമായ ചൂടുള്ള പ്രയാസമുള്ള സന്ദർഭത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് നബിയും അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും നോമ്പെടുത്തു എന്നാണ്. ബാക്കി എല്ലാവരും നോമ്പ് ഉപേക്ഷിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം എന്നതാണ് നമ്മൾ പറഞ്ഞത്. പ്രയാസമുണ്ടായിട്ടും, പ്രയാസം എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രയാസമാണ്. എത്രത്തോളം? ഹദീസിൽ വന്നതുപോലെ ചൂട് സഹിക്കാൻ പറ്റാതെ തലക്ക് കൈ വെക്കുന്ന രൂപത്തിൽ, തലയുടെ മുകളിൽ കൈ വെക്കുന്ന രൂപത്തിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രയാസത്തിൻ്റെ സമയത്ത് അവർ നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും. ഇങ്ങനെ ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ നോമ്പെടുക്കാം എന്നതാണ് ആ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് അൽ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്തത് ശക്തമായ കഠിനമായ പ്രയാസമുള്ള സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് എന്ന വഹ്യ് വരുന്നതിന് മുന്നേ ആയിരുന്നു. പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുക എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന വഹ്യ് ലഭിക്കുന്നതിന് മുന്നേ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തത്. കാരണം ഇനിയുള്ള ചില ഹദീസുകളിൽ അത് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട്. യാത്രയിലാണെങ്കിൽ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് എന്ന് വ്യക്തമായി അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം ഈ ഹദീസിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം സഹിച്ച് നോമ്പെടുത്തു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവും. അങ്ങനെ നോമ്പ് എടുക്കേണ്ടതില്ല, എടുക്കാതിരിക്കലാണ് ഉത്തമം എന്ന് പിന്നെയുള്ള ഹദീസുകളിൽ വ്യക്തമാണ്. അപ്പോൾ ആദ്യകാലത്ത് പ്രയാസമുണ്ടായാലും നോമ്പെടുക്കണം എന്നായിരിക്കും. സ്വഹാബത്തിന് അവിടുന്ന് ഇളവ് കൊടുത്തു, പക്ഷേ സ്വന്തം കാര്യത്തിൽ അവിടുന്ന് നോമ്പ് തുടർന്നു പോവുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ഹദീസ് കാണാം. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല كان رسول الله صلى الله عليه وسلم في سفر فرأى زحاما ورجلا قد ظلل عليه فقال ما هذا؟ قالوا صائم. قال ليس من البر الصيام في السفر ولمسلم عليكم برخصة الله التي رخص لكم. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. ഇപ്പോൾ യാത്രയിൽ കൂടെ സഹാബത്തും ഉണ്ട്. ഫറആ സിഹാമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ഒരു ആൾക്കൂട്ടം കാണുകയാണ്. വറജുലൻ ഖദ് ദുല്ലില അലൈഹി, ഒരാൾ അവിടെ ഉണ്ട്, അയാൾക്ക് ചുറ്റും, ആ വ്യക്തിക്ക് ചുറ്റും ആളുകൾ തണലിട്ട് കൊടുത്തിരിക്കുന്നു. ആൾക്കൂട്ടം കൊണ്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ അദ്ദേഹത്തെ പൊതിഞ്ഞ രൂപത്തിൽ
അങ്ങനെ ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഫഖാല, അവിടുന്ന് ചോദിച്ചു, മാ ഹാദ, എന്താണത്, എന്തുപറ്റി? ഖാലു, സഹാബത്ത് പറഞ്ഞു, സായിമുൻ, നോമ്പുകാരനാണ്. അപ്പോൾ നോമ്പ് നോറ്റ് പ്രയാസം സഹിക്കവയ്യാതെ വീണുപോയതാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് മറ്റുള്ള സഹാബികൾ തണലിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വെയിൽ ഏൽക്കാതിരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ആ തിരക്ക് കണ്ട്, ആൾക്കൂട്ടം കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അവർ പറഞ്ഞു, നോമ്പുകാരനാണ് നബിയെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് നന്മയിൽപ്പെട്ട കാര്യമല്ല. യാത്രയിൽ പ്രയാസം സഹിച്ച് നോമ്പെടുക്കേണ്ടതില്ല എന്ന് പിന്നീട് നിയമം വരികയുണ്ടായി. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇപ്രകാരം കാണാം, അലൈക്കും ബിറുഖ്സത്തില്ലാഹി അല്ലതി റഖ്ഖസ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഇളവ് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അല്ലാഹു ഇളവ് നൽകിയിട്ടുണ്ട്. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ, രോഗിയാവുകയാണെങ്കിൽ, യാത്രക്കാരനാവുകയാണെങ്കിൽ, ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റുള്ള ദിവസങ്ങൾ പിന്നീട് അതെടുത്ത് പൂർത്തീകരിച്ചാൽ മതി, ഖളാ വീട്ടിയാൽ മതി. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം നൽകിയിട്ടുണ്ട്. അപ്പം ആ എളുപ്പം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ആ വിഷയത്തിൽ കൂടുതൽ ഉത്തമം എന്ന് പണ്ഡിതന്മാർ ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അഥവാ നോമ്പുകാർ പ്രയാസം സഹിച്ച്, ശക്തമായ കഠിനമായ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നോമ്പെടുക്കേണ്ടതില്ല. അതിനുശേഷം അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ് സഫരി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യാറുണ്ട്, യാത്രയിലാവാറുണ്ട്. ഫമിന്ന സായിമു വമിന്നൽ മുഫ്തിറു, നമ്മുടെ കൂടെ നോമ്പെടുക്കുന്നവരുമുണ്ട്, നോമ്പ് മുറിക്കുന്നവരുമുണ്ട്, അഥവാ നോമ്പ് ഒഴിവാക്കുന്നവരും ഉണ്ട്. ഖാല, അദ്ദേഹം പറയുകയാണ്, ഫനസൽനാ മൻസിലൻ ഫി യൗമിൻ ഹാറിൻ, അങ്ങനെ നമ്മൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് തമ്പടിച്ചു, ഒരു സ്ഥലത്ത് ഇറങ്ങി. ഫി യൗമിൻ ഹാറിൻ, നല്ല ചൂടുള്ള സമയമായിരുന്നു, ദിവസമായിരുന്നു അത്. വഅക്സറുനാ ദില്ലൻ സാഹിബുൽ കിസാഇ ഫമിന്നാ മൻ യത്തഖി ശംസ ബിയദിഹി, നമ്മിൽ ഒരുപാട് പേർ, ധാരാളം പേർ അവരുടെ കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് മരത്തിനും അവിടെ ഇവിടെയൊക്കെ കെട്ടി തണലുണ്ടാക്കുകയായിരുന്നു. വേറെ ചില ആളുകൾ സൂര്യൻ്റെ വെയിൽ ചൂട് ഏൽക്കാതിരിക്കാൻ കൈകൊണ്ട്, നേരത്തെ നമ്മൾ കേട്ടതുപോലെ, അങ്ങനെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ഖാല, അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫസഖത സുവ്വാമു, ഈ സന്ദർഭത്തിൽ നോമ്പുകാർ ഇരുന്നുപോയി, അഥവാ ക്ഷീണം കൊണ്ട് തളർന്നിരുന്നുപോയി. വഖാമൽ മുഫത്തിറൂന ഫളറബുൽ അബ്നിയത വസഖൗർ റികാബ, ഈ സമയത്ത് നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ അവർക്ക് വേണ്ടി തണലുണ്ടാക്കുകയും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരുടെ മൃഗങ്ങൾക്ക് അഥവാ ഒട്ടകത്തിന് വെള്ളം കുടിപ്പിക്കുകയും ഒക്കെയുള്ള സേവനങ്ങൾ ചെയ്യുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബൽ മുഫ്തിറൂനൽ യൗമ ബിൽ അജ്ർ, നോമ്പ് ഉപേക്ഷിച്ച, നോമ്പ് മുറിച്ച ആളുകൾ ഇന്നേ ദിവസം പ്രതിഫലവുമായി മുൻകടന്നിരിക്കുന്നു. ഈ ഹദീസിൽ കൂടുതൽ വിശദീകരണം വന്നു. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ യാത്രക്കിടയിൽ നോമ്പെടുക്കുന്നവരുമുണ്ട്, നോമ്പ് ഉപേക്ഷിക്കുന്നവരും ഉണ്ട്. രണ്ട് കൂട്ടരും ആ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. സാധിക്കുന്നവർ നോമ്പെടുക്കും, അല്ലാത്തവർ നോമ്പ് ഒഴിവാക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ വിശാലതയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി, നല്ല ചൂടുള്ള സമയമായിരുന്നു. ഓരോരുത്തരും
അവർക്ക് വേണ്ടിയുള്ള തണലുകൾ ഉണ്ടാക്കുകയായിരുന്നു. ആ സമയത്ത് ഫസഖത സുവാമു, ചില നോമ്പുകാർ, സഖത എന്ന് പറഞ്ഞാൽ വീണു എന്നാണ് അർത്ഥം. ഇവിടെ സഖത എന്ന് പറഞ്ഞാൽ ജലസു, ജലസ എന്ന അർത്ഥത്തിലാണ്. ഇരുന്നുപോയി, അവർ ക്ഷീണം കൊണ്ട് അവർ ഇരുന്നുപോയി. ഈ സമയത്ത് നോമ്പ് മുറിച്ച ആളുകൾ, നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ, അവർക്ക് ക്ഷീണമുണ്ടാവുകയില്ല. അവർ ഈ ആളുകൾക്ക് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിച്ചു. അവരുടെ കാര്യങ്ങൾ ഇവർ പരിഗണിച്ചു. അവർക്ക് വേണ്ടി തമ്പടിക്കുകയും ടെൻ്റടിക്കുകയും തണലുണ്ടാക്കി കൊടുക്കുകയും അവരുടെ മൃഗങ്ങൾക്ക്, നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ വെള്ളം കൊടുക്കുകയും അങ്ങനെയുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ആളുകൾ ചെയ്യുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹബൽ മുഫ്തിറൂന അൽയൗമ ബിൽ അജ്ർ, നോമ്പ് ഉപേക്ഷിച്ച ആളുകൾ ഇന്ന് പ്രതിഫലവുമായി മുൻകടന്നിരിക്കുന്നു. ഈ ഹദീസിൽ വളരെ മഹത്തരമായ ഗുണപാഠങ്ങളിൽ ഒന്ന്, പ്രയാസമുള്ള സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കാം. മറ്റൊരു ഗുണപാഠമുള്ളത്, പരസ്പരം യാത്രയിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൂടെയുള്ളവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, നോമ്പ് മുറിച്ച ആളുകളാണ് ഇന്ന് പ്രതിഫലവുമായി മുൻകടന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ മുന്നിട്ട് വരിക, അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നതെല്ലാം വളരെ മഹത്തരമായ കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമാണ് എന്നുകൂടി ഈ ഹദീസിൽ നിന്നും ലഭിക്കുന്ന ഗുണപാഠമാണ്. അടുത്ത ഹദീസ് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ, ഒന്നാമത്തത് നോമ്പുകാർ മറന്നുകൊണ്ട് നോമ്പ് മുറിക്കുന്ന വല്ല പ്രവർത്തനം ചെയ്തു പോയി. ഹദീസിൽ ബാഹ്യമായി വന്നത് തിന്നുക കുടിക്കുക എന്നതാണ്. അതല്ലാത്ത നോമ്പ് മുറിക്കുന്ന വല്ല കാര്യവും മറന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഫൽ യുതിമ്മ സൗമഹു, അവർ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തെ വിഷയം വന്നിട്ടുള്ളത് നോമ്പിൻ്റെ പകലിൽ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു സഹാബിയുടെ സംഭവമാണ്. അത് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു പോയാൽ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗുരുതരമായ കഠിനമായ കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് അതിനുള്ളത്. ഒന്നാമത്തേത് ഒരടിമയെ മോചിപ്പിക്കലാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിനും ഒരാൾക്ക് സാധ്യമല്ല എങ്കിൽ 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകണം. ഇതാണ് അതിനുള്ള കഫാറത്ത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ഒന്ന് സാധിക്കുന്നില്ല, അതിൽ അശക്തനാണ് എങ്കിൽ മാത്രമേ അടുത്തത് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അതിനും സാധിക്കുന്നില്ല എങ്കിൽ മാത്രമേ അടുത്തത് ചെയ്യാൻ അനുവാദമുള്ളൂ. ആ ഹദീസിൽ വന്ന ഒരു പദപ്രയോഗം കൂടിയുണ്ട്. ആ വ്യക്തി പറഞ്ഞില്ലേ, അല അഫ്ഖറ മിന്നി യാ റസൂലല്ലാഹ്, എന്നേക്കാൾ ദരിദ്രനായ ആരെങ്കിലുമുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലെ? ഫവല്ലാഹി മാ ബൈന ലാബതൈഹ യുരീദുൽ ഹർറതൈനി അഹ്ലു ബൈത്തിൻ അഫ്ഖറ മിൻ അഹ്ലി ബൈത്തി, എന്നേക്കാൾ ഈ നാട്ടിൽ ആ 2 മലകൾക്കിടയിൽ, അൽ ഹർറത്ത് എന്ന് പറഞ്ഞാൽ അർദുൻ തർക്കബുഹ ഹിജാറത്തുൻ സൂദുൻ, കറുത്ത കല്ലുകൾ അടുക്കി വെച്ചതുപോലെയുള്ള മലകൾ. ഇതാണ് സഹോദരങ്ങളെ നമ്മൾ അവിടെ മനസ്സിലാക്കിയത്. പിന്നീട് ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ യാത്രക്കാരുടെ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായി അതിൻ്റെ ആകത്തുക എന്നുള്ളത് നോമ്പുകാർക്ക്, യാത്രക്കാരനായ നോമ്പുകാർക്ക് നോമ്പ് ഉപേക്ഷിക്കാം പ്രയാസമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ്. ആ ദിവസം പിന്നീട് ഖളാ വീട്ടിയാൽ മതി നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകൾ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ
സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.